യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനിയെങ്കിലും അവൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതുവരെ കാത്തിരുന്നതിനൊന്നും ഒരർത്ഥമില്ലാതായി പോവച്ച. എന്നോട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആന്റി എന്തായാലും ഭാവനയോട് സംസാരിക്കും. അപ്പൊ ഭാവന തന്നെ തീരുമാനിച്ചോളും എന്താ വേണ്ടെന്ന്. ഇത്രയും നാളെ കാത്തിരുന്നില്ല അച്ഛാ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അത് തന്നെയാ നല്ലത്. നമുക്ക് നോക്കാം. എന്തായാലും നീ ഇനി ഇതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ടെൻഷനൊന്നുമില്ല അച്ഛാ. അമ്മ കൂടി നമ്മളോടൊപ്പം നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. തൽക്കാലം ആ ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട. ഇനിയിപ്പോ സുനാമി വന്നാലും ഭാവനയുടെ കാര്യത്തിൽ നിന്റെ അമ്മ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്റെ കല്യാണക്കാരൻ സംസാരിക്കാനായിട്ട് ആരോടും ഇങ്ങോട്ട് വരാൻ ജയ പറയുന്നത് ഞാൻ കേട്ടു. ഇനി ആരെങ്കിലും വന്നിട്ട് പോട്ടെ, നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അത് നടക്കില്ല അച്ഛാ. വരുന്നവരാരായാലും ഞാൻ നല്ല മറുപടി കൊടുക്കും. സൂര്യ, ഞാൻ പറയുന്നത് നീ കേക്ക്. എന്തിനാ ഒരു സംസാരം? നിന്റെ അങ്കിളും ആന്റി ഇവിടെ ഉള്ളതാ. വെറുതെ ഒരു പ്രശ്നം വേണ്ട. അല്ലെങ്കിൽ തന്നെ ധ്രുവന്റെ കാര്യത്തില് അങ്കിളും ആന്റിയും വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇതൊക്കെ വളരെ മോശമാണ് അച്ഛാ. നമ്മൾ ചിന്തിക്കുന്നൊന്നും അല്ലടാ നിന്റെ അമ്മ ചിന്തിക്കുന്നത്. നിന്നെ എവിടെയെങ്കിലും ഇട്ട് പൂട്ടണം, ഭാവനയെ നിന്നിൽ നിന്ന് അകറ്റണം. ആ ഒരൊറ്റ ചിന്ത മാത്രമേ നിന്റെ അമ്മയുടെ മനസ്സിലിപ്പോളൂ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാച്ച. പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ തലവേദന ഉണ്ടാക്കുന്നത്? ആരായാലും വരുന്നവര് വരട്ടെ, ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാം. എന്നാലേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റും. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. രണ്ട് കൈ കൊണ്ട് അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നിനും പോകണ്ട.